പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷം നടത്തുന്ന പല പ്രവർത്തനങ്ങളും വിവാദം സൃഷ്ടിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് ഭരണപക്ഷത്തേക്ക് എത്തിയപ്പോൾ വി.ഡി. സതീശനും കോൺഗ്രസും UDF-ഉം നടത്തുന്നത് എന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ന്യൂസ് ടെൻസിൽ തന്നെ അത്തരം വിഷയങ്ങൾ നിരവധി തവണ ചർച്ച ചെയ്തു കഴിഞ്ഞു. പ്രത്യേകിച്ച് PM ശ്രീ പദ്ധതി പോലെയുള്ള വിഷയങ്ങൾ, ഒപ്പം വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന, കരിമണൽ ഖനനം പോലെയുള്ള വിഷയങ്ങൾ. ഇതിലെല്ലാം തന്നെ ഈ പ്രതിപക്ഷത്തിനൊക്കെ അപ്പുറത്ത് ഭരണപക്ഷത്തിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നതാണ്. നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട അടക്കം ഏറെ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ട പശ്ചാത്തലമുണ്ടാകുന്നു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിച്ചപ്പോൾ അടക്കം വലിയ തോതിൽ വിവാദങ്ങളുണ്ടായി. ഈ വിവാദങ്ങളെല്ലാം എവിടെ നിന്നാണ്? പാർട്ടിക്കകത്ത് നിന്ന് തന്നെയാണ്. പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിനാണ് പലപ്പോഴും ഇത്തരം നിയമനങ്ങളിലും തീരുമാനങ്ങളിലും ഒക്കെ അതൃപ്തിയുള്ളത് എന്നതാണ് സാഹചര്യം. ഇപ്പോഴിതാ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയി ശേഷാദ്രിനാഥനെ നിയമിക്കാനുള്ള സർക്കാർ തീരുമാനം, ആ തീരുമാനവും വലിയ തോതിൽ വിവാദം സൃഷ്ടിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. നമുക്ക് ആ വാർത്തയാണ് ഇന്ന് ആദ്യം പരിശോധിക്കേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ശേഷാദ്രിനാഥനെ എങ്ങനെയാണ് ഇത്തരത്തിൽ നിയമിച്ചത് എന്ന ചോദ്യം ഉയരുന്നത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെയാണ്. പരസ്യ വിമർശനവുമായി ഇപ്പോൾ നേതാക്കൾ രംഗത്ത് എത്തുന്നു എന്നുള്ളതാണ്. ശേഷാദ്രിനാഥൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആകുമ്പോൾ അത് ഗുണം ചെയ്യാൻ പോകുന്നത് BJPക്കാണ് എന്ന ഒരു പൊതുവിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ഈ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. കോൺഗ്രസിനകത്തെ ചില നേതാക്കൾ ഇതൊക്കെ പരസ്യമായി തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇനി നമ്മൾ അടുത്ത വിവരങ്ങളിലേക്ക് പോകുന്നു. എന്താണ് ഈ വിമർശനം എന്നുള്ളതാണ്. അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിക്കപ്പെട്ടിട്ടുള്ള ശേഷാദ്രിനാഥൻ RSS പശ്ചാത്തലം അല്ലെങ്കിൽ സംഘപരിവാർ പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ് ഈ വിമർശനങ്ങളുടെ മറ്റൊരു കാര്യം എന്നതാണ്. BJPക്കായിരിക്കും ഈ നിയമനം ഗുണം ചെയ്യുക എന്നുള്ളതാണ് പൊതുവിൽ ഉയർന്നു വരുന്ന വിമർശനം. അതെന്തുകൊണ്ടാണ് എന്നതുകൂടിയാണ് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കേണ്ടതായി വരുന്നത്. അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വാർഡ് വിഭജനം അടക്കം മാറാൻ പോകുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. സംസ്ഥാനത്തെ പഞ്ചായത്തുകളിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം സംസ്ഥാനത്ത് പൊതുവെ ഉയർന്നു വരുന്ന ചർച്ചകളുണ്ട്. അത് ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ടാണ്. 3 ജില്ലകൾ കൂടി അധികമായി, അതായത് 14 ജില്ലകൾ എന്നുള്ളിടത്ത് 3-4 ജില്ലകൾ, 17-18 ജില്ലകൾ എന്ന നിലയിലേക്ക് ജില്ലകൾ ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം അടക്കമൊക്കെ വിഭജിച്ച് മറ്റ് ജില്ലകൾ രൂപീകരിക്കേണ്ടതുണ്ട്. മൂവാറ്റുപുഴ ഒരു ജില്ലയായി മാറ്റേണ്ടതുണ്ട്. തിരുവനന്തപുരത്തെയും അത്തരത്തിൽ ജില്ലകളായി മാറ്റേണ്ടതുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള നിരീക്ഷണങ്ങൾ നടക്കുന്ന, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. അതിനൊക്കെ അപ്പുറത്ത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ തവണ തന്നെ ഒരു ബിൽ കൊണ്ടുവന്നിരുന്നു. അത് വനിതാ സംവരണ ബില്ലാണ്. പക്ഷേ വനിതാ സംവരണം നടപ്പിലാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോഴത്തെ 540 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ടല്ല, മറിച്ച് അത് 800-ലധികം ലോക്സഭാ സീറ്റുകളാക്കി മാറ്റുക. അതായത് ലോക്സഭാ സീറ്റുകളുടെ മണ്ഡല പുനർനിർണയം എന്നുള്ളതാണ് അവിടെ സാധ്യമാക്കാൻ പോകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ സംഘപരിവാർ അനുകൂലിയായിട്ടുള്ള ഒരാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി വരുന്നു എന്നതാണ് വിമർശനമായി ഉന്നയിക്കപ്പെടുന്നത്. ഇപ്പോഴിതാ വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് ആണ് ചേരാൻ പോകുന്നത്. തീർച്ചയായും ഇത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. PM നിയാസിനെ പോലെ ഉള്ളവർ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് PM നിയാസ് എന്നതാണ് ഓർക്കേണ്ടത്. അതേസമയം മന്ത്രി KM ഷാജി ശേഷാദ്രിനാഥന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതും ഏറെ കൗതുകകരം ആണ് എന്നുള്ളതാണ്. ഈ വകുപ്പ് ലീഗിന് കീഴിലേക്കാണ് വരുന്നത്. ഇപ്പോൾ വിവാദമായിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ ലീഗിന് കൂടി ബാധകമാകുന്നു എന്നതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു PM ശ്രീ പദ്ധതിയിൽ തുടരണമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി ഷംസുദ്ദീൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന മറുപടി. ഏറ്റവും അധികം എതിർത്തത് മുസ്ലിം ലീഗായിരുന്നു. കാരണം കാവ്യവൽക്കരണത്തിന് വഴിയൊരുക്കുന്നു എന്നതായിരുന്നു മുസ്ലിം ലീഗിൻ്റെ വിമർശനം. ഇപ്പോൾ ആ പദ്ധതി തുടരും എന്ന് പറയേണ്ടി വരുന്നത് ഇതേ തരത്തിൽ തന്നെ ലീഗാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ പ്രധാനമന്ത്രി കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഭവനങ്ങളിൽ മുദ്ര പതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം KM ഷാജിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണങ്ങൾ നേരത്തെ ഇതെല്ലാം വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. PM ശ്രീ പദ്ധതിയുടെ രേഖകളും ഡോക്യുമെന്റുകളും ഒക്കെ അറബിക്കടലിൽ എറിയും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന് കരിമണൽ ഖനനമാണ്. ഈ കരിമണൽ ഖനനത്തിൽ സ്വകാര്യ കമ്പനികളുടെ ഇടപെടലിനെ വിമർശിക്കുന്നില്ല.
ലീഗ് എന്നത് വസ്തുതയാണ്. പക്ഷേ അവിടെ ഒരു വിവാദം സൃഷ്ടിക്കുമ്പോൾ അതും ലീഗിന്റെ വകുപ്പാണ്. ഇവിടെയും അത് തന്നെയാണ് സാഹചര്യം എന്നതാണ്. ഇപ്പോൾ ടി.ജി. സജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. സജിത്ത്, ഈ വിവാദത്തിന്റെ ഒരു പര്യവസാനം എങ്ങനെയെന്നതാണ് ഇനി അറിയേണ്ടത്. വിവാദം കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നു വന്നതാണ്. പക്ഷേ ഈ പ്രതിഷേധം ശക്തമാകുമോ? പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയെ അടക്കം കാണുമെന്ന് നിയാസ് പറയുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. PM നിയാസ് ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ മന്ത്രിസഭാ യോഗ തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞതാണ്. അതിൽ ഇനി തിരുത്തൽ ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സർക്കാരിന്റെ മുൻ നിലപാട്, അതായത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ എടുത്ത പല നിലപാടുകളും ഭരണത്തിലേക്ക് വരുമ്പോൾ തിരുത്തേണ്ടി വരുന്നു എന്നത് അസാധാരണ സാഹചര്യം ഇതിൽ ഉണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ PM നിയാസ് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്, നിയാസ് മാത്രമാണ് ഇതൊരു രേഖാമൂലം ഒരു പരാതിയായിട്ട് AICCക്കും KPCC നേതൃത്വത്തിനും കൈമാറുകയും പരസ്യ പ്രതികരണം പോലും നടത്തുകയും ചെയ്തത്. പക്ഷേ ഈ തീരുമാനത്തിന് സമാന നിലപാടെടുത്തിരിക്കുന്നവർ കോൺഗ്രസിൽ പലരുമുണ്ട്. അവർ പലരും അത് പരസ്യമാക്കിയില്ല എന്ന് മാത്രം. കാരണം ശേഷാദ്രിനാഥിനെ പോലെയുള്ള വ്യക്തികളെ കൊണ്ടുവരുമ്പോൾ അത് മുൻ നിലപാടിന് വിരുദ്ധമാണ്. മാത്രമല്ല, തന്ത്രപ്രധാനമായ പോസ്റ്റാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നത്. കാരണം ഇനി വരാനിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ട്. ഒന്ന്, മണ്ഡല പുനർനിർണയം, ഒപ്പം വാർഡ് വിഭജനം പോലെയുള്ള മറ്റ് ഡീലിമിറ്റേഷൻ നടപടിക്രമങ്ങളുമുണ്ട്. ഈ നടപടിക്രമങ്ങൾ പലപ്പോഴും പൊളിറ്റിക്കലി മുന്നണിക്കൊപ്പം സർക്കാരിനൊപ്പം ചേർന്ന് പോകുന്ന ഉദ്യോഗസ്ഥരല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കാം. ദേശീയ തലത്തിൽ കേരളത്തിൽ 20 വാർഡുകളുടെ എണ്ണം 20 ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 30ലേക്ക് മാറും എന്ന സൂചനയുണ്ട്. അത് സംബന്ധിച്ചുള്ള പ്രപ്പോസലുകൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ്. ഉടൻ തന്നെ അത് പാസ്സാക്കപ്പെട്ടാൽ സംസ്ഥാനത്ത് നിയമസഭ ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടക്കാനുള്ള സാധ്യത പോലുമുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോൾ അതിൻ്റെ കമ്മിറ്റിയുടെ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ കൺവീനർ ആകേണ്ട വ്യക്തി കൂടിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അങ്ങനെ ഒരു വ്യക്തിയെ വളരെ പൊളിറ്റിക്കലി ശ്രദ്ധയോടെ ജാഗ്രതയോടെ നിയമിക്കണമെന്നായിരുന്നു ചോദ്യം. നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഈ നിയമനത്തിൽ പ്രധാനമായത് മുഖ്യമന്ത്രി VD സതീശൻ്റെ നിലപാടെന്നാണ്. അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് ഇതിൽ ഏറ്റവും അധികം പ്രതിഫലിച്ചിരിക്കുന്നത്. KM ഷാജി വ്യക്തമാക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് പങ്കില്ല, താനും കൂടി ഉൾപ്പെടുന്ന ക്യാബിനറ്റിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തമെന്ന് വിശദീകരിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യം കൂടി ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് PM നിയാസ് അതിൽ രമേശ് ചെന്നിത്തലയെ കണ്ട് കാര്യങ്ങൾ നീക്കുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിലെ ചില ഉൾരാഷ്ട്രീയം കൂടി അതിൽ പ്രകടമാകുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ഈ തീരുമാനം തിരുത്തുക അത്ര എളുപ്പമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിസഭാ യോഗ തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇന്നലെ KM ഷാജി ഡൽഹിയിൽ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ അദ്ദേഹം വിശദീകരിച്ചൊരു കാര്യം, തെറ്റായ തീരുമാനങ്ങൾ പലതും തിരുത്തുന്നുണ്ട്, ഞങ്ങൾക്കും തെറ്റുപറ്റാം, തിരുത്തുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ തീരുമാനം തിരുത്തുക അത്ര എളുപ്പമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ക്യാബിനറ്റിൻ്റെ ശുപാർശയിൽ ലോക്ഭവന്റെ തീരുമാനമാണ് ഉണ്ടാവേണ്ടത്, ഗവർണറുടെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനം ഇതിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. യെസ്, അവിടെ സജിത്ത്, ഇതിൽ രണ്ട് കാര്യങ്ങൾ കൂടി പറയാതെ വയ്യ. കാരണം VD സതീശൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഏതൊക്കെ വിഷയങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടോ അതെല്ലാം പ്രതിപക്ഷത്തിരുന്നപ്പോൾ സ്വീകരിച്ചിരുന്ന നിലപാടിന് നേരെ വിപരീതമാണ്. നമ്മളക്കാര്യം സൂചിപ്പിച്ചു തുടക്കത്തിൽ. അതിപ്പോൾ PM ശ്രീ പദ്ധതിയാകട്ടെ, അവിടെ കോൺഗ്രസിന്റെ നിലപാടും അതിനോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ ലീഗിന്റെ നിലപാട്, ലീഗ് എന്താണ് പറഞ്ഞത്, അറബിക്കടലിൽ എറിയുമെന്നാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നു PM ശ്രീയുമായി മുന്നോട്ട് പോകും. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ പ്രധാനമന്ത്രി കേന്ദ്രത്തിന്റെ കൂടി ഫണ്ട് സ്വീകരിച്ചുകൊണ്ടുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ, അതിൻ്റെ മുദ്രയുമായി ബന്ധപ്പെട്ട് അത്തരം മുദ്രകളൊക്കെ നേരത്തെയും ഉള്ളതാണ്, ഇനിയും അത് പതിക്കേണ്ടതായി വരും എന്ന് ലീഗിന്റെ മന്ത്രി തന്നെ പറയുന്ന സാഹചര്യം. ഇവിടെ ഇതാ KM ഷാജി പറയുന്നത് തൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിലൊരു നിയമനം നടന്നിട്ടുള്ളത് എന്നത്. അപ്പോൾ ലീഗ് കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇടതുപക്ഷത്തിന് വലിയ തോതിൽ വിമർശനം ഏൽക്കേണ്ടി വന്നത് ഗവർണറും സർക്കാരും തമ്മിൽ ഒത്തുകളിയുണ്ട്, കേന്ദ്ര സർക്കാരും ഇടതുപക്ഷവും തമ്മിൽ ഒത്തുകളിയാണ്. ഇത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെൻ്റാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന വിഷയങ്ങളെല്ലാം കേന്ദ്ര സർക്കാരുമായി ബന്ധിപ്പിച്ച് നിർത്തേണ്ട വിഷയങ്ങളാണ്. അതിനിടയിലാണ് ഈ നിയമനമടക്കം ചർച്ച ചെയ്യപ്പെടുന്നത്. അതാണ് പ്രധാന അഭിലാഷ. അതിലൊന്നുകൂടിയുണ്ട്, ഈ U-ടേൺ അടിക്കേണ്ടി വരുന്ന പല വിഷയങ്ങളും ലീഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ തന്നെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. PM ശ്രീ നമുക്കറിയാം, നിലപാട് തിരുത്തേണ്ടി വരുന്നു, മുൻ സർക്കാരിൻ്റെ നിലപാടിനെ ന്യായീകരിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക്
ലീഗിന്റെ മന്ത്രിക്ക് തന്നെ പോവേണ്ട സാഹചര്യം മുമ്പ് ശക്തമായ പ്രതിഷേധം ഉയർത്തിയതാണ്. രണ്ടാമത് ലൈഫ് വിഷയത്തിലാണ്. നമുക്കറിയാം, തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട ലൈഫ് വിഷയത്തിലും വീടുകളുടെ ബ്രാൻഡിംഗ് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് മുമ്പെടുത്ത നിലപാട് തിരുത്തി പറയേണ്ടി വരുന്നു. ഒരു ഫോട്ടോ ഇല്ല, ഒരു മുദ്ര വെച്ചതുകൊണ്ട് എന്ത് തെറ്റ് എന്ന ചോദ്യം പോലും ഉന്നയിച്ച് ന്യായീകരിക്കേണ്ടി വരുന്നു. അടുത്തത് KM ഷാജിക്ക് തന്നെ വീണ്ടും പെടേണ്ടി വരുന്നത് ഇതേ വിഷയത്തിൽ തന്നെയാണ്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ആ നിയമനം നടക്കുന്നത്. സ്വാഭാവികമായും അവിടെയും യു-ടേൺ അടിക്കുന്നു KM ഷാജി. KM ഷാജിയുടെ വാക്കുകൾ നമ്മൾ കഴിഞ്ഞു. ഒരു ഉദ്യോഗസ്ഥൻ എന്താണ് പ്രശ്നം, അദ്ദേഹം മതവിശ്വാസിയാണോ എന്നത് വിഷയമാണോ, അദ്ദേഹത്തിന്റെ മെറിറ്റ് അല്ലേ നോക്കേണ്ടത് എന്ന ന്യായങ്ങളൊക്കെ എടുത്ത് യു-ടേൺ അടിക്കേണ്ടി വരുന്നു ലീഗിനെന്നാണ് പ്രധാന പ്രശ്നം. അതെ, അതോടൊപ്പം ഞാൻ വിട്ടുപോയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച്. അത് പിന്നെ സർക്കാരിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമായ പ്രതികരണമായി കാണേണ്ടതില്ല. കാരണം ഡോക്യുമെന്റുകൾ ഉദ്യോഗസ്ഥരാണ് തയ്യാറാക്കി നൽകാറുള്ളത്. പക്ഷേ ഊരാളുങ്കലിനെ പ്രശംസിക്കുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു ഇന്നലെ സഭയിലുണ്ടായത്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ യു-ടേൺ അടിക്കേണ്ടി വരുന്ന വിഷയങ്ങളിൽ മറ്റൊന്നുകൂടിയാണ് ഒരു ഊരാളുങ്കൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ കോൺഗ്രസും ലീഗും അടക്കമുള്ള കക്ഷികൾ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഊരാളുകളും CPM തമ്മിൽ വേറെ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്, വഴിവിട്ട തരത്തിലുള്ള അവർക്ക് കരാറുകൾ കൊടുക്കുന്നുണ്ട്, അവർക്ക് മാത്രം കരാറ് കിട്ടാൻ വേണ്ടി വ്യവസ്ഥകളിൽ ഇളവ് ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടി അത് വളച്ചെഴുതുക, ഇങ്ങനെയുള്ള വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഇന്നലെ പൊതുമരാമത്തിന്റെ ചുമതലയുള്ള PK ബഷീർ, ലീഗ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരുന്നത് ഇതിൽ ചട്ടവിരുദ്ധമായതൊന്നും കണ്ടെത്തിയിട്ടില്ല, എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അന്വേഷിക്കുമെന്ന കാര്യമാണ്. അതേസമയം ഈ വിഷയത്തിൽ നമുക്കറിയാം, പുറത്തുനിന്ന് പ്രതിപക്ഷ നേതാക്കളായി നിന്ന് രാഷ്ട്രീയമായി എടുക്കുന്ന നിലപാടുകൾ സർക്കാരിൻ്റെ ഭാഗമാവുമ്പോൾ, ഭരണഘടനാ ബാധ്യത ഉണ്ടാവുമ്പോൾ തിരുത്തേണ്ടി വരുന്നു എന്ന സാഹചര്യമാണ്. അത് പലപ്പോഴും ചില ലീഗ് മന്ത്രിമാരെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. KM ഷാജി പറഞ്ഞിട്ടുണ്ട്, താൻ പൊളിറ്റിക്കലി പറയുന്ന കാര്യങ്ങൾ പിന്നീട് നിർത്തേണ്ടി വരും, തനിക്കിപ്പോൾ മന്ത്രി എന്നൊരു വലിയ ചുമതലയാണുള്ളത് എന്ന ന്യായമൊക്കെ ഉന്നയിക്കേണ്ടി വരും. അപ്പോൾ ഇത് പൊളിറ്റിക്കലി ഇതിൽ വലിയ തരത്തിലുള്ള യു-ടേൺ എല്ലാ വിഷയങ്ങളും നടത്തേണ്ടി വരുന്നു. അത് യാദൃച്ഛികതയെന്നോണം സംഭവിച്ചിരിക്കുന്നത് ലീഗ് മന്ത്രിമാരാണ് ഏറ്റവും അധികം അത് പഴി കേൾക്കേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം. ലീഗിനകത്ത് തന്നെ ഈ നിലപാടുകളെ എങ്ങനെ ന്യായീകരിച്ചവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന സാഹചര്യമുണ്ട്. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അധികം നിലപാട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന കക്ഷിയായി ലീഗ് മാറുന്നു എന്നതാണ്. ഒരുപക്ഷെ അവരുടെ മുൻ നിലപാടുകൾ, അസ്തിത്വം, അതിനെയൊക്കെ ഇത് ബാധിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും ഈ സൂചിപ്പിക്കുന്ന പോലെ നിരവധി വിഷയങ്ങളിൽ ആണ് യു-ടേൺ അടിക്കേണ്ടി വന്നിട്ടുള്ളത് VD സതീശൻ സർക്കാരിന്. അതാകട്ടെ കോൺഗ്രസിനകത്ത് തന്നെ പല വിഷയങ്ങളിലും വലിയ തോതിലുള്ള എതിർപ്പുകളും ഉണ്ടാകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനപ്പുറത്ത് മുന്നണിക്കകത്ത് തന്നെ ഇത്തരം തീരുമാനങ്ങളിൽ കടുത്ത എതിർപ്പുകളും വിയോജിപ്പുകളുമുണ്ട്. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.